തന്നെയാണ് ഏറെ സങ്കടമുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു ഉത്രാവത കേസ്. അതായത് സ്വന്തം താലി കെട്ടിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി, പാവപ്പെട്ട പെൺകുട്ടി എന്ന് ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടല്ല, അവനെ വിശ്വസിച്ച് അവൻ്റെ കൂടെ ഇറങ്ങി വന്ന ഒരു കുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷം അത്രയേറെ കഷ്ടപ്പെട്ട് മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു രീതിയിൽ മൂർഖനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലുക എന്ന് പറയുന്ന ക്രൂരകൃത്യം നടത്തിയിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കരഞ്ഞവൻ, അത്രയും വൃത്തികെട്ടവൻ, അവനെ നമ്മുടെ പോലീസ് കൃത്യമായി അന്വേഷിച്ചു, കോടതി ശിക്ഷിച്ചു. 17 വർഷം തടവും അതിനുശേഷം കഠിന തടവുമാണ് കോടതി വിധിച്ചത്. ഈ കേസിനകത്ത് കിടക്കുമ്പോൾ ഇവനൊരു മോഹം, ഈ പറയുന്ന ഒന്ന് പരോളിലിറങ്ങാൻ വേണ്ടി ഇവൻ ചെറിയൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതെ, ചെറിയൊരു വ്യാജ സർട്ടിഫിക്കറ്റ്. പക്ഷേ ഈ നാറിയുടെ ശ്രമങ്ങളെ ജയിൽ അധികൃതർ പൊളിച്ചു. സാധാരണഗതിക്ക് ജയിൽ അധികൃതർ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഓക്കെ, അത്യാവശ്യം ചെറിയ തെറ്റൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവൻ്റെ ആ ഒരു സാഹചര്യമൊക്കെ നോക്കിയിട്ട് അനുവദിക്കും. പക്ഷേ ഇത് കൃത്യമായി അന്വേഷിച്ച് അവരെന്ത് ചെയ്തു? പൊളിച്ച് കൈ കൊടുത്തു. ഈ നാറിക്കൊന്നും വേറെ പണിയില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പോലീസുകാരെ അഭിനന്ദിക്കണ്ടേ? തീർച്ചയായിട്ടും പോലീസിനോട് ഇപ്പോഴാണ് ഒരു ബഹുമാനമൊക്കെ തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് ഉത്രാവത കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണം, അതാദ്യം പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു എന്ന് പറഞ്ഞിടത്ത് നിന്ന് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് സ്വന്തം ഭാര്യയെ പണത്തിന് വേണ്ടി മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കൊന്നതാണ് എന്ന് കൃത്യമായി തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന കേരള പോലീസിലെ മിടുക്കരായ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഈ അവസരത്തിൽ നൽകുന്നു. അന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും. കാരണം ഒരമ്മയുടെ വേദന, ഒരു കുഞ്ഞിന് അമ്മ ഇല്ലാതായതിൻ്റെ വേദന, ഒരു കുടുംബത്തിൻ്റെ വേദന, അതൊക്കെ ഈ നാറി സൂരജിനെ പോലെ, ഈ വിസ്മയ കേസിലെ കിരണിനെ പോലെ ഉള്ളവനെയൊക്കെ ജീവനോടെ വച്ചിരിക്കരുത്. അതിന് കൃത്യമായ തെളിവുകളുണ്ട് എങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവന്മാരാണെന്ന് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് വധശിക്ഷ തന്നെ നടപ്പിലാക്കണം. ഇനി ഒരു പെൺകുട്ടിക്കും ഈ ഒരു ഗതി ഉണ്ടാകരുത്. ഇനി ഒരു പെൺകുട്ടിയും ഇത്തരത്തിൽ, സത്യത്തിൽ കല്യാണം കഴിച്ചു വിടുമ്പോൾ ഇപ്പം അച്ഛനമ്മമാർക്ക് ഭയമാണ്. പാമ്പിനെ കൊണ്ടോ എന്തിനെ കൊണ്ടാണ് ഇവനൊക്കെ പണത്തിന് വേണ്ടി കൊല്ലുന്നത്? വിസ്മയെ കൊന്ന എന്തിനാണ്? ഒരു കാറ്, അവൻ ഇഷ്ടപ്പെട്ട ഒരു കാറ് ശ്രീധരൻ കൊടുക്കാത്തതിൻ്റെ പേരിലാണ്. ഒരു MVD ഉദ്യോഗസ്ഥനാണ്. പണത്തിന് ആർത്തി മൂത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി. ഇനിയിപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത, സൗന്ദര്യമില്ലാത്ത എങ്ങനെയുള്ളൊരു പെൺകുട്ടി ആവട്ടെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് എന്തിനാണ്? എൻ്റെ കാലം വരെ അല്ലെങ്കിൽ എൻ്റെ മരണം വരെ ഞാനും അവൾ ഒരുമിച്ച് ജീവിക്കും, ഏത് സങ്കടത്തിലും ബുദ്ധിമുട്ടിലും ഞങ്ങൾ ഒപ്പം ഉണ്ടാകും, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഇത് പണത്തിന് വേണ്ടി ആർത്തി പിടിച്ചു കിടക്കുന്ന ചില അമ്മായിയമ്മമാരും ചില കഴുകന്മാരുമുണ്ട്. അല്ല, എത്രയോ ആൺകുട്ടികൾ പെണ്ണ് കിട്ടാതെ ദുഃഖിച്ച് നടക്കുന്ന നാട്ടിലാണെന്ന് ആലോചിക്കണേ. പറഞ്ഞോ. മാത്രമല്ല ഇപ്പം ആൺപിള്ളേരൊക്കെ പുരോഗമിച്ചു. പലരും ഇപ്പം അനാഥാലയത്തിൽ നിന്നാണ് പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത്. കാരണം പണമുള്ളവർക്ക് ആൺപിള്ളേരെ കിട്ടും. പക്ഷേ ഇത്തരം പെൺകുട്ടികൾ, അനാഥാലയത്തിലുള്ള പെൺകുട്ടികൾക്ക് ഒരു ജീവിതം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് പറഞ്ഞുകൊണ്ട് അനാഥാലയത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരോടൊക്കെ വലിയ ബഹുമാനമാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സൂരജ് വിചാരിച്ചു ജയിലിൽ ഇപ്പോൾ പോയതുപോലെ അല്ല, നല്ല സുന്ദരനായിട്ടുണ്ട്, നല്ല വെളുത്ത്, നമ്മുടെ ഗോവിന്ദസ്വാമിയൊക്കെ പോലെ അവിടെ നിന്ന് നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ടുള്ള ആഹാരമൊക്കെ തിന്ന് കൊഴുത്ത് അവനൊക്കെ ഇത് ആപ്പിൾ കണക്കിനാണ് ഇരിക്കുന്നത്. കണ്ട മുഖം പിടിച്ച് തറയിൽ ഉരയ്ക്കാനൊക്കെ തോന്നും. പിന്നെ എന്ത് പറയാൻ, നമ്മുടെയൊക്കെ നിയമവ്യവസ്ഥ നമ്മളെയൊന്നും അതിന് അനുവദിക്കാത്തത് കൊണ്ട് ഇവനെയൊക്കെ പൊതുജന മധ്യത്തിൽ ഇറക്കി വിടണമെന്നാണ്, ജനങ്ങൾ കൈകാര്യം ചെയ്യട്ടെ എന്നാണ്. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ ഒരു ഏർപ്പാടില്ലാത്തത് കൊണ്ട് മാത്രം അത് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ അകത്ത് കിടന്ന് ഒന്ന് കൊഴുത്തപ്പോൾ അടുത്ത് പുറത്തിറങ്ങി പിന്നെ ആ കൊഴുപ്പൊന്ന് തീർക്കാനായിട്ട്, ആ കഴപ്പൊന്ന് തീർക്കാനായിട്ടും ഒക്കെ അവനൊരാഗ്രഹം വന്നപ്പോൾ വിചാരിച്ചു അച്ഛൻ ആശുപത്രിയിൽ എന്ന് പറഞ്ഞ് വ്യാജ രേഖ ഉണ്ടാക്കി പുറത്തിറങ്ങി ഇപ്പോൾ അങ്ങ് അർമാദിക്കാണ്. ഇവിടെ ഇരിക്കുന്നവന്മാരാര്? കേഴന്മാരാ, വിവരമില്ലാത്തവരോ? കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ ആരെന്ന് വിചാരിച്ചു? ഇവൻ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ച് ഒരു പെൺകുട്ടിയെ കൊന്ന ഇവൻ പറയുന്നത്, പാമ്പിനെ കൊണ്ട് കൊത്തി ഒരു പെൺകുട്ടിയെ കൊല്ലിപ്പിച്ച് ഇവൻ പറയുന്നത് സത്യമാണെന്ന് ജയിൽ അധികൃതർ വിശ്വസിക്കുമെന്ന് ഇവൻ കരുതിയോ? ഇവൻ രേഖ കൊടുത്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് വെറും കള്ളരേഖ ചമച്ചതാണ്, ഞങ്ങൾ ഇതിന് നിനക്ക് പണി തരാമെന്ന്. അവരെന്ത് ചെയ്ത്
കൃത്യമായി അന്വേഷിച്ച്. അച്ഛന് സുഖമില്ല, അച്ഛന് അത്രയും പൊന്നു, മറ്റൊരു അമ്മ നൊന്ത് പ്രസവിച്ച ഒരച്ഛൻ വളർത്തി വലുതാക്കി കൊടുത്ത ഒരു മകളെ കൊല്ലിച്ചപ്പോൾ അവന് ഈ വേദനയില്ല. അവൻ്റെ അച്ഛന് അസുഖം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉടനെ പുറത്തു പോകണം. പോലീസുകാർ പറഞ്ഞു തൽക്കാലം നീ ഇപ്പോൾ പുറത്തു പോകണ്ട, നിൻ്റെ ഉടായിപ്പും കയ്യിലിരിപ്പൊക്കെ ഇവിടെ ജയിലിൻ്റെ അകത്ത് വെച്ചോ, പിന്നെ നല്ലതുപോലെ അവനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതായിരിക്കും, കാരണം നല്ല പണിയൊക്കെ ചെയ്യിപ്പിച്ച് നിൻ്റെ തടിയും കൊഴുപ്പുമൊക്കെ ഒന്ന് കുറയട്ട് എന്നൊക്കെ പറഞ്ഞ് നല്ലതുപോലെ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും, അതുകൊണ്ടൊന്ന് പുറത്തുപോയി സൂഹിക്കാമെന്നാണ് വിചാരിച്ചത്. 2021 ഒക്ടോബർ 13 കോടതി 17 വർഷം തടവും ശേഷം കഠിന തടവും വിധിച്ചത്. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് സൂരജ് ശിക്ഷ അനുഭവിക്കുന്നത്. പരോളിന് സൂരജ് അപേക്ഷ നൽകിയെങ്കിലും അത് തള്ളിയിരുന്നു. ഇതിനിടെയാണ് അച്ഛന് ഗുരുതരമായ രോഗമാണെന്നും പരോൾ വേണമെന്നും ആവശ്യപ്പെട്ട് സൂപ്രണ്ടിന് അപേക്ഷ നൽകുന്നത്. ഡോക്ടർ സർട്ടിഫിക്കറ്റിൽ അച്ഛന് ഗുരുതര രോഗമാണെന്നും രേഖപ്പെടുത്തി. സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറോട് തന്നെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ കാര്യങ്ങൾ ശേഖരിച്ചു. സൂപ്രണ്ടിന് ലഭിച്ച സർട്ടിഫിക്കറ്റും അയച്ചു നൽകി. സർട്ടിഫിക്കറ്റ് നൽകിയത് താനാണെങ്കിലും അതിൽ ഗുരുതര അസുഖമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. വ്യാജരേഖയാണ് എന്ന് വ്യക്തമായതോടെ സൂരജിനെതിരെ സൂപ്രണ്ട് പൂജപ്പുര പോലീസിൽ പരാതി നൽകി. ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം അതിൽ ഗുരുതര രോഗമാണെന്ന് എഴുതി ചേർത്തതാണെന്ന് കണ്ടെത്തി. പുറത്തു നിന്നുള്ള ആരോ ആണ് വ്യാജരേഖ ഉണ്ടാക്കിയതെന്നാണ് വിവരം. അമ്മയായിരുന്നു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. സ്വാഭാവികം. അമ്മയെയും ചോദ്യം ചെയ്യും. ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ച് ചുമ്മാ നടന്ന തള്ളയെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യും. ഒപ്പം സൂരജിനെ സഹായിച്ചവരെയും ഇനി കണ്ടെത്തും. പോലീസ് അന്വേഷണത്തിലാണ് ഗൂഢാലോചന വ്യക്തമായത്. പരോൾ സംഘടിപ്പിക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന സംശയവുമുണ്ട്. അതോടുകൂടി ആ സംഘവും കെട്ടു എന്നുള്ള രീതിയിലാണ്. ഇത് സത്യമാണ്. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്നുള്ളതാണ്. മര്യാദയ്ക്ക് അവിടെ കിടന്നാൽ മതി. ഇനി ഈ കേസും കൂടെ അവന്റെ തലയിൽ വന്ന് ഇതിന്റെ വിചാരണ കഴിഞ്ഞ് വീണ്ടും ഈ കേസിന് ഒരു 4-5 കൊല്ലം ശിക്ഷിക്കും. മോന് കൂട്ടുന്ന അമ്മയും പെടും. അതെ, അമ്മ പെടും. പോക്കും പോലീസ് തീർന്ന് അതോടുകൂടി ആ കുടുംബത്തോടെ ആളുകളെ അകത്തിടാനുള്ള പണി പോലീസ് എടുക്കും എന്നുള്ളതിലാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും ഇത്തരത്തിൽ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്ന, ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ പൈസയ്ക്ക് വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യുന്ന നരാധമന്മാർക്ക് കൃത്യമായ പാഠമായി മാറണം ഇത്തരത്തിലുള്ള ശിക്ഷാവിധികളെന്നാണ്. ഇവിടെ കോടതി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വധശിക്ഷ കൊടുക്കാതെ നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കോടതി കണ്ടറിഞ്ഞ് ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ജീവപര്യന്തം എന്ന് പറയുമ്പോൾ 12 വർഷം ജീവപര്യന്തം പിന്നെ തടവ് അനുഭവിച്ചു കഴിഞ്ഞാൽ സർക്കാരിനൊക്കെ എന്താണ് സ്വാഭാവികമായിട്ടും അവരെ വെറുതെ വിടും. അതായത് ഈ ശിക്ഷ ഇളവ് കുറച്ച് കൊടുക്കും. പക്ഷേ ഈ കേസിൽ കോടതി എടുത്തൊരു തീരുമാനമുണ്ട്. 17 വർഷം തടവ് കൊടുത്തു. അതിന് ശേഷമാണ് കോടതി കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ 17 വർഷം ജീവിതകാലം മുഴുവൻ അങ്ങനെയല്ല, ഈ 17 വർഷം വെറും തടവ്, അതോടൊപ്പം തന്നെ 17 വർഷം കഴിഞ്ഞാൽ കഠിന തടവ്. കഠിന തടവ് എന്ന് ഉദ്ദേശിക്കുന്നത് 17 കൊല്ലത്തോളം ഇത് വെറും തടവ് പൂർത്തിയാക്കുകയും 17 വർഷം കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് മുറിയെ പണിയെടുപ്പിക്കുന്നത് തൊട്ട് അങ്ങേയറ്റം ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ജോലികൾ ചെയ്യിച്ച് അവിടെ അതിന് കൃത്യമായിട്ടൊരു പിഴിഞ്ഞെടുക്കും. അതായത് ഇവൻ ഇങ്ങനെ നിന്നുകയാണെങ്കിൽ ഏകദേശം 17 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഷോറും പ്രശ്നമൊക്കെ വന്നു. ആ മനുഷ്യനെ കൊണ്ട് വീണ്ടും ഒരു കഠിന തടവിന്റെ ഒരു പ്രൊസീജിയറിലൂടെ കടത്തിവിട്ടാൽ അവന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ആലോചിക്കാമല്ലോ. 35 വയസ്സുണ്ടെന്ന് വെച്ചോ. 2021 2022 2020 35 വയസ്സിലാണ് അവൻ പെട്ടതെങ്കിൽ 17 വർഷമാകുമ്പോൾ 35 10 45 17 ആകുമ്പോൾ എത്രയായി? 50-53 വയസ്സാവും. അപ്പൊ 53 വയസ്സ് ആയിട്ട് അതിനുശേഷമാണ് ഇവൻ കഠിന തടവ് അനുഭവിക്കേണ്ടത്. അതായത് കഠിനമായ പണികൾ, ചിലപ്പോൾ ചില കോറികളിൽ കൊണ്ടുപോയിട്ട് കല്ല് പൊട്ടിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ ചെയ്തേക്കാം. അതുപോലെ തന്നെ ജയിലുമായി ബന്ധപ്പെട്ട് കഠിന തടവിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പണിയെടുപ്പിക്കുക അങ്ങേയറ്റം ഇതാവുന്ന രീതിയിലേക്ക് പണിയെടുപ്പിക്കുക. അവരുടെ പല ജയിലിലെ സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ആ കഠിന തടവും കൂടി പൂർത്തീകരിച്ച് മാത്രമേ സർക്കാരിന് പോലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവനെയൊക്കെ ഒരു ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ. വേണമെങ്കിൽ സർക്കാരിനും രാഷ്ട്രപതിക്കൊക്കെ ഇടപെടാം. പക്ഷേ ഈ കേസിൽ ആരും ഇടപെടില്ല എന്നുള്ളത് 100% തീർച്ചയായ കാര്യമാണ്. അതുകൊണ്ട് ഈ നരകിച്ച് ഒരു തരത്തിലും തനിക്ക് പുറത്തു പോകാൻ കഴിയില്ല എന്ന ആ ഒരു ടെൻഷൻ, തൻ്റെ ബന്ധുക്കളെ ഉറ്റ ബന്ധുക്കളെ ഒന്നും കാണാതെ മരിക്കേണ്ടി വരും എന്നുള്ള ടെൻഷൻ അനുഭവിച്ച് തീർക്കണം എന്ന നിലയിൽ തന്നെയാണ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. അത് അങ്ങേയറ്റം പ്രശംസനീയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും.